ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇന്ദുവിനെയും അമ്മുവിനെയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് കമലയും ആതിരയും അനഘയും സ്നേഹയും ഒക്കെ സച്ചി ഒരുപാട് വീട്ടിലേക്ക് കയറാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അർച്ചനയെ കൊണ്ടല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സച്ചി. അനൂപേട്ടൻ ഇവിടെ ഇല്ലെന്നും സച്ചിയേട്ടൻ കയറി ചായ കുടിച്ചിട്ട് പോകാനായി ആതിരയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് തന്നെ പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കുകയാണ് സച്ചി. അതേസമയമാണ് സ്കൂളിൽ നിന്നും ആവണി വരുന്നത്. ഓ, ഇവിടെ സ്ഥിരം നാടകമായിരിക്കുമല്ലേ. എന്താണെങ്കിലും സച്ചിയങ്കിള് വീടിൻ്റെ അകത്തേക്ക് കയറാനേ പോകുന്നില്ലെന്ന് ആവണിയും പറയുന്നു. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് കയറുന്ന ഇന്ദു അർച്ചനയുടെ ഫോട്ടോയുടെ അടുത്ത് ചെന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. എൻ്റെ അമ്മ ഇനി ഒരിക്കലും വരില്ല അമ്മമ്മയെന്ന് ഇന്ദു ചോദിക്കുമ്പോൾ മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്നും മോളുടെ അമ്മ എന്താണെങ്കിലും വരുമെന്നും ഉറപ്പ് പറയുകയാണ് കമല. അതേസമയം അകത്തേക്ക് ആതിരയും അനഘയും സ്നേഹയും കൂടി വരുന്നു. അപ്പോഴാണ് അർച്ചനയുടെ ഫോട്ടോയ്ക്ക് ഒരു മാല ഇട്ടിരിക്കുന്നത് കമല കാണുന്നത്. ആരാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ആതിരയെ വിളിക്കുകയാണ് കമല. ഞങ്ങൾ ആരുമല്ല ചെയ്തതെന്ന് അനഘയും ആതിരയും സ്നേഹയും പറയുന്നു. തുടർന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുന്ന കമലയാണ് കാണിക്കുന്നത്. അമ്മേ, ആ മാല കാറ്റടിച്ചപ്പോഴെങ്ങാനും താഴേക്ക് വീണതായിരിക്കുമെന്ന് ആതിര പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കുന്നു. തുടർന്ന് കമല പെട്ടെന്ന് തന്നെ അർച്ചനയുടെ ഫോട്ടോയിൽ നിന്നും മാല എടുത്തു മാറ്റി മാഷിൻ്റെ ഫോട്ടോയിലേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് എല്ലാവരും പോയതിനു ശേഷം ഇന്ദു പറയുകയാണ്, അത് പിന്നെ അമ്മമ്മേ, ആ മാല താഴെ കിടക്കുകയായിരുന്നു. അമ്മയുടെ ഫോട്ടോയ്ക്ക് ഭംഗി കൂടിക്കോട്ടെ എന്ന് കരുതി ഞാനാണ് ആ മാല ഇട്ടതെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇന്ദു. തുടർന്ന് അർച്ചനയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ആ ട്രോഫി വെച്ചുകൊണ്ട് അമ്മ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചുകൊണ്ട് കരയുകയാണ് ഇന്ദു. ആ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന കമലയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗൗരിയും ഗോകുലും കൂടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതേസമയം ഗോകുലിൻ്റെ അമ്മ ഗൗരിയെ പിടിച്ചു നിർത്തി സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവരോടൊന്നും പറയാതെ അർച്ചനയെ കാണാനായി ഓടുകയാണ് മോള്. തുടർന്ന് ഗോകുൽ അകത്തേക്ക് വരുമ്പോൾ എപ്പോഴും ഇവൾക്ക് എന്താ അമ്മയുടെ വിചാരം മാത്രമേ ഉള്ളൂ, എന്നോടൊന്നും സംസാരിക്കാറ് പോലുമില്ലെന്ന് പരാതി പറയുകയാണ് ഗോകുലിൻ്റെ അമ്മ. പിന്നീട് കാണിക്കുന്നത് ഗൗരി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം തന്നെ മോള് അർച്ചനയോട് പറയുമ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ അർച്ചനയും മോളെയും നോക്കി നിൽക്കുകയാണ് ഗോകുൽ. തുടർന്ന് അർച്ചനയോട് തലവേദന മാറിയോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ കണ്ടപ്പോൾ എൻ്റെ വേദന എല്ലാം മാറിയെന്ന് അർച്ചന പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപ് വീട്ടിലേക്ക് എത്തുന്നതാണ്. പോയ കാര്യം എന്താ എന്ന് ആതിര ചോദിക്കുമ്പോൾ ഒന്നും നടന്നില്ലെന്നും എല്ലാവർക്കും ഗ്യാരണ്ടിയാണ് വേണ്ടതെന്നും അനൂപ് വിഷമത്തോടെ പറയുന്നു. അതേസമയം തന്നെ സന്ദീപും ധനുഷും കൂടി പുറത്തേക്ക് വരികയാണ്. നമുക്ക് നന്ദേട്ടനോട് ചോദിച്ചാലോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ നന്ദേട്ടൻ്റെ അവസ്ഥയും വളരെ കഷ്ടം തന്നെയാണെന്നും നന്ദേട്ടന് ഇപ്പോൾ അവിടെ ജോലിയൊന്നുമില്ലെന്നും ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിഷമത്തോടെ അനൂപ് പറയുന്നു. ഈ ഒരു അവസ്ഥയിൽ നമ്മളെങ്ങനെ അവരോട് പൈസ ചോദിക്കുന്നത്? എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും കേസ് ഉഴപ്പിയതുകൊണ്ടാണ് ഇപ്പോൾ ആരുടെയും കയ്യിൽ ഒന്നുമില്ലാത്തതെന്നും പറഞ്ഞുകൊണ്ട് മീര ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് ഗോകുലിൻ്റെ അമ്മ പുതിയൊരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. നാളെ രാവിലെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെന്നും അർച്ചനയോടും ഗോകുലിനോടും മോളെയും കുട്ടി ഒപ്പം വരാനുമായി ഗോകുലിൻ്റെ അമ്മ പറയുമ്പോൾ അർച്ചന ടെൻഷനോടെ ഗോകുലിനെ നോക്കുകയാണ്. ഇത് കാണുന്ന ഗോകുലിൻ്റെ പെങ്ങള് പറയുകയാണ്, സമൃദ്ധെ, ഞാനും എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പം തന്നെ വരാം. ഇത് കേൾക്കുന്ന അർച്ചന സന്തോഷത്തോടെ തലയാട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപിന്റെ വീടാണ്. ടെൻഷനോടെ ഇരിക്കുന്ന ധനുഷിനെ കണ്ടുകൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് സ്നേഹ. നീ മറന്നു, നന്ദേട്ടനും സന്ധ്യച്ചും പോകുന്നതിന് മുമ്പ് ലോക്കറി വെക്കാനായി കുറച്ച് ആഭരണങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെടുത്ത് പണയം വെച്ചില്ലേ? ഇപ്പോൾ അവർ തിരികെ വരാൻ പോവുകയാണെന്ന് പറയുന്നു. അത് നമ്മൾ എങ്ങനെ എടുത്തു കൊടുക്കുക? ആരോടും കടം ചോദിക്കാൻ പോലും പറ്റില്ലെന്ന് ധനുഷ് പറയുമ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തതെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.